അഖില മിസ്സാണ്. ഇന്ന് എന്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. യെസ്, പോം പോം വണ്ടി അല്ലെ. ഈ ചാപ്റ്ററിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, നമ്മൾ ഒരുപാട് വാഹനങ്ങളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ആയിട്ടാണ് മിസ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എന്റെ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരുപാട് തരത്തിലുള്ള വാഹനങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സൈക്കിൾ ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ കയറുന്ന ഓട്ടോ ആയിക്കോട്ടെ, ജീപ്പ് ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ അല്ലെ. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് യെസ്, നമ്മൾ എപ്പോ കണ്ടാലും കൗതുകത്തോടെ നോക്കുന്ന നമ്മളുടെ ട്രെയിൻ ആയിക്കോട്ടെ, നമ്മളുടെ വിമാനം അല്ലെ, എയ്റോപ്ലെയിൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വാഹനങ്ങളാണ് അല്ലെ. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, പ്രധാനമായിട്ടും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ആളുകൾ ഒരുപാട് ദൂരം നടന്നിട്ടായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ദൂര സ്ഥലത്തൊക്കെ എത്താൻ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ എടുക്കുമായിരുന്നു അല്ലെ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരുപാട് വാഹനങ്ങളുണ്ട്. ആൻഡ് ദൂര സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേഗത്തിൽ എത്തിപ്പെടാനായിട്ട് ഈ വാഹനങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാഹനങ്ങൾ ഉപയോഗിക്കാം. പണ്ട് കാലത്ത് ആളുകൾ യെസ്, ഇങ്ങനെ തലയിലൊക്കെ എടുത്തിട്ടായിരുന്നു ഒരുപാട് ദൂരം നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത് അല്ലെ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ ചുമക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ദൂര സ്ഥലത്തേക്കൊക്കെ എത്തിക്കാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഒരുപാട് ചരക്ക് വണ്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മുതൽ വലിയ വലിയ സാധനങ്ങൾ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതുപോലെ ദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ വാഹനങ്ങളാണ് അല്ലെ. ഈ വാഹനങ്ങൾ തന്നെ പല തരത്തിലുണ്ടല്ലോ. നമ്മളിപ്പോ തന്നെ ഒരുപാട് വാഹനങ്ങളുടെ പേര് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്ധനം ആവശ്യമില്ലാത്ത കുറച്ച് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെട്ടാലോ? ദാ ഇവിടെ കാണുന്ന നമ്മുടെ തോണി ആയിക്കോട്ടെ, നമ്മളുടെ ഈ കാണുന്ന കുതിരവണ്ടി, കാളവണ്ടി, അതുപോലെ തന്നെ യെസ്, നമ്മളുടെ സൈക്കിൾ ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ പ്രത്യേകത, ഇതിനൊന്നും നമ്മൾ നേരത്തെ പറഞ്ഞ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ പോലെയുള്ള ഇന്ധനങ്ങൾ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ നന്നായിട്ട് യെസ് പ്രവർത്തിച്ചാൽ മാത്രം മതി അല്ലെ. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മളുടെ ജീവികളുടെ ശക്തി അല്ലെങ്കിൽ നമ്മളുടെ അല്ലെ മനുഷ്യന്മാരുടെ ശക്തി, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന വാഹനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പൊ മക്കള് മനസ്സിലാക്കി വെക്കുക, ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങളാണ് ദാ ഇവിടെ കാണുന്ന എല്ലാവരും അല്ലെ. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കള് ലൈക്ക് ചെയ്യുക. അതുപോലെ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.